നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതുപോലെ ഈ ഒരു വിഷയത്തിൽ കണ്ണൂർ എസ് പി ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും നമുക്ക് ഇതിനോടൊപ്പം കാണാം. നിതിൻ രാജിനെ അറിയാത്തവരായി ഇപ്പോൾ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ നിതിൻ രാജിനെ കൊന്നതാണ്. ജാതിയുടെയും നിറത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് അവസാനം കൊന്നതാണ്. നിതിൻ രാജിന്റെയും അതിന്റെ പ്രശ്നവും അറിയാത്തവർക്ക് ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം. ഇനി നിതിൻ രാജും അത് എന്താണ് പ്രശ്നം എന്നൊക്കെ അറിയുന്നവരാണെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് വെച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഈ വീഡിയോ കണ്ടുനോക്കൂ. നിതിൻ രാജ് ആരാണെന്നും എന്താണ് പ്രശ്നമെന്നും അറിയാത്തവർക്ക് ഇതൊന്ന് കണ്ടുനോക്കാം. തിരുവനന്തപുരം മുഴമലക്കലിലെ വാടക വീട്ടിൽ നിതിന്റെ കുടുംബത്തിന്റെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല. ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിൽ പരിശ്രമിച്ച് നേടിയ മെറിറ്റ് സീറ്റ് കോഴ്സിന് ചേർന്നിട്ട് 1 വർഷം പോലുമായില്ല. അതിനു മുന്നേ ആ വീട്ടിലേക്ക് എത്തിയത് നിതിന്റെ മരണവാർത്ത. ഇന്നലെയാണ് അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ നിതിനെ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു കുടുംബം. ക്യാമ്പസിൽ നേരിട്ട പീഡനങ്ങൾ നിതിൻ മൂത്ത സഹോദരിമാരോട് പറഞ്ഞിരുന്നു. ആദ്യം സീനിയർ വിദ്യാർത്ഥികളും പിന്നീട് അധ്യാപകരും നിതിനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ എം കെ റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് സസ്പെൻഡ് ചെയ്തു. സ്റ്റുഡൻറ്റിൻ്റെ പാരൻസിൻ്റെ ഒന്നും ഒരു കംപ്ലൈൻറ്റോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് എന്താണ് റീസൺ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. ഇതുവരെയും പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു പരാതി ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒഫീഷ്യലായിട്ട്. ഇൻസിഡൻറ്റ് ഇന്നലെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വാർത്തകൾ നമ്മളും കേൾക്കുന്നത്. അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് കാരണം നേരത്തെ 1 മാസത്തോളം നിതിൻ വീട്ടിൽ വന്ന് മുറി അടച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. അന്ന് പഠനം മുടങ്ങുമോ എന്ന ആശങ്കയെ തുടർന്നായിരുന്നു കോളേജിലേക്ക് മടങ്ങിയത്. നിതിന്റെ മരണത്തോടെ ആശയേറ്റ് അച്ഛനും അമ്മയും 2. ഇതാണ് ഇതിന്റെ കഥ. അതായത് ആദ്യം സീനിയറിന്റെ അടുത്തു നിന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം, റാഗിങ് മൂലം, പിന്നീട് സ്റ്റാഫിന്റെ അടുത്തു നിന്നുള്ള റാഗിങ് മൂലം ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായിട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്, അതായത് ഈ ഒരു വിഷയം കൃത്യമായി പരിശോധിച്ചപ്പോഴും അവിടുത്തെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നോക്കിയാൽ മനസ്സിലായിട്ടുള്ള ഏറ്റവും വില്ലൻ എന്ന് പറയുന്നത് ഈ റാം എന്ന് പറയുന്ന അധ്യാപകനാണ്. അയാളൊന്നും അധ്യാപകൻ എന്ന് വിളിക്കാനേ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അത് ആ വിദ്യാർത്ഥികൾ, അവിടെ പഠിക്കുന്ന അഞ്ചരക്കണ്ടിയിലെ വിദ്യാർത്ഥികൾ പറയുന്ന ദൃശ്യങ്ങളുണ്ട്, ഞാൻ വെച്ചു തരാം. ഏകദേശം എല്ലാ മീഡിയാസും പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റോറി ഇതാണ്. എന്നാൽ ഇതിന്റെ അപ്പുറവും സ്റ്റോറി ഉണ്ട്. എന്നാൽ ഈ മീഡിയാസ് ഫോക്കസ് ചെയ്യുന്നത് ജാതിയും കളർ, നിറം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. പക്ഷെ ഇതിന്റെ അപ്പുറവും കഥകളുണ്ട്. അത് എസ് പിയുടെ ബ്രീഫിങ്ങിലൂടെ നമുക്ക് കേൾക്കാം. ഈ കേസിന്റെ അന്വേഷണ മധ്യേ ഈ വിദ്യാർത്ഥിയുടെ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി പോലീസിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം പലവിധങ്ങളായിട്ടുള്ള മൊബൈൽ ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൺവെർസേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ആയതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ, അതിലേക്ക് അബറ്റ്മെന്റ് ടു സൂയിസൈഡ്, ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വകുപ്പിന്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ.
മറ്റു കാര്യങ്ങൾ നമ്മൾക്ക് അന്വേഷണത്തിന്റെ മധ്യേയാണ് വിലയിരുത്താൻ വേണ്ടി കഴിയുക. ഈ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള CCTV ക്യാമറകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സൂയിസൈഡ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന് സംശയമൊന്നും തന്നെയില്ല. പക്ഷെ അതിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കാണ് കൂടുതൽ വ്യക്തത നമ്മൾ വരുത്തേണ്ടത്. കേട്ടില്ലേ? ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ബാക്കിയൊക്കെ പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ സാർ ഇവിടെ പറഞ്ഞു ചില നിയമങ്ങളും സെക്ഷൻസും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഇതിന്റെ പിന്നിലുള്ളവർക്ക് ശിക്ഷ ലഭിച്ചാൽ മതി. അത്രേ ജനങ്ങൾക്ക് വേണ്ട, വേറൊന്നും വേണ്ട. നിങ്ങൾ എന്ത് കാട്ടിയാലും ശരി, അവസാനം ശിക്ഷ ലഭിക്കണം. അത് പറ്റുമോ? കണ്ടറിയണം അല്ലെ? കാരണം ഒരുപാട് പേർ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ജാമ്യമൊക്കെ എടുത്ത് ബലസ് നടക്കുന്നുമുണ്ട്. ഇനി ഈ SP ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഒരു മരണത്തിന് 99% കാരണക്കാർ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ റാം എന്ന് പറയുന്ന അവിടുത്തെ ഉള്ള സാറല്ല റാം, അത് മതി. അപ്പോൾ 99%. പക്ഷെ 1% ആ 1%-ത്തെ കുറിച്ചാണ് ഇപ്പോൾ ഈ SP പറഞ്ഞുള്ളത്. ഒരു ലോൺ ആപ്പിനെ കുറിച്ച്. ഈ ലോൺ എടുത്തതായിട്ട് വീട്ടുകാർക്കും അറിയാം. അത് ഇവരുടെ സഹോദരി, ഈ നിതിൻ രാജിന്റെ സഹോദരി വാർത്തയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ ലോൺ എടുത്ത കാര്യം. ഇവിടെ ആളുകൾ ഈ ഒരു നിതിൻ രാജ് ഉഡായിപ്പാണ്, കള്ളനാണെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ അറിയാതെ വിളിച്ച് വെറുതെ എന്തെങ്കിലും പറയാൻ പാടില്ല. കാരണം അതിൽ ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ പറയുന്നത് ഈ ലോൺ എടുത്ത് കൊണ്ടാണ്. പക്ഷേ ലോൺ എടുക്കുന്നത് കള്ളത്തരം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ ഉഡായിപ്പാണോ? ഒരിക്കലുമല്ല. എല്ലാവരും ലോൺ എടുക്കുന്നത് തന്നെയാണ്. എല്ലാവരും അല്ല, ഓൾമോസ്റ്റ് അധിക പേരും ലോൺ എടുക്കുന്നതാണ്. ഈ മൊബൈലിലോട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? മൊബൈലിലോട്ട് ലോൺ എടുക്കരുത് എന്നാണ്. കാരണം അത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പേര് ഇതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എടുത്തതെന്ന് വെച്ചിട്ട് അതൊരു മോശം പ്രവൃത്തിയൊന്നുമല്ല. ഞാൻ ആ ഒരു സെൻസിൽ പറയുന്നതാണ്. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് ആളുകൾ പറയുന്ന കാരണം എന്ന് പറയുന്നത്, എന്തിന് ഇവരുടെ ടീച്ചറിന്റെ പേര്, അവിടെയുള്ള ഒരു ടീച്ചറുടെ പേര് എന്തിനാണ്, അല്ലെങ്കിൽ നമ്പർ എന്തിനാണ് ഈ ലോൺ കൊടുക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത്? ഇതിൽ പറയുന്ന 2 റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഒരു ആളെ സ്വാപ്പ് ചെയ്തിട്ടുണ്ടാവും, നമ്പർ സ്വാപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഈ നിതിൻ രാജിന്റെ അമ്മയുടെ പേര് ലത എന്നാണ്, ആ ടീച്ചറുടെ പേരും ലത എന്നാണ്. അപ്പോൾ ലത പേര് കൊടുത്തിട്ട് നമ്പർ ഈ ടീച്ചർക്ക് കൊടുത്തതാണോ എന്നൊരു സംശയം ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ പക്ഷെ അതിലുള്ള ഒരു ടെക്നിക്കാലിറ്റി, അതായത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോൺ എടുത്തത് വീട്ടുകാർക്കൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ നിതിൻ രാജ് എന്ന് പറയുന്ന ആള് എന്തായാലും വീട്ടിലായതെങ്കിലും നമ്പർ, അമ്മന്റെ നമ്പറായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ആപ്പിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ലോൺ ആപ്പിലൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ മൊബൈലിന്റെ മുഴുവനായിട്ടുള്ള ഏതാണ് ആക്സസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ, ഡിഫോൾട്ട് വരുമ്പോൾ സ്പോട്ടിൽ അവർ ആ ഒരു നമ്പറിലേക്ക് വിളിക്കും. അവരെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള, ഇപ്പൊ അമ്മയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കും. അതിലേക്ക് വിളിച്ച് അതിനും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പിന്നെ കോൺടാക്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങും. കോൺടാക്ട് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലത എന്ന് പേര് കണ്ടാൽ അവർ അമ്മയുടെ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത പുതിയ നമ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിന് വിളിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒരാളെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് പോലീസാണ്, ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിംഗിലാണ്. അപ്പോൾ കൃത്യമായുള്ള കാര്യങ്ങൾ അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ പറയുന്നു 99% ആ കോളേജാണ് ഇതിന് കാരണം. അതിന്റെ ചിലപ്പോൾ ഈ 1% കാരണം ഈ ലോൺ ആപ്പ് ആവാം. ലോൺ ആപ്പ് മാത്രമല്ല, വേറൊരു കാര്യങ്ങൾ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത്, അതായത് അഞ്ചരക്കണ്ടി കോളേജിലെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹണി ട്രാപ്പിന്റെ ഒരു ഇഷ്യൂ കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് പുറത്തെവിടെയുള്ള ആളെ ഇവൻ ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി വെച്ചിട്ട് വിളിച്ച് സംസാരിച്ച് ക്യാഷ് ഒക്കെ വാങ്ങിച്ചതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോ അങ്ങനെയൊക്കെയാണ് എമൗണ്ട് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം അതുള്ള പ്രശ്നം തന്നെയാണ്. കാരണം അഞ്ചരക്കണ്ടി കോളേജിലേക്ക് അവർ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജൊക്കെ ഒത്തുതീർപ്പാക്കി, അതായത് ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായി. ചക്കരക്കൽ സ്റ്റേഷനിലാണെന്ന് എൻ്റെ ഓർമ്മ. ചക്കരക്കൽ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് കോളേജൊക്കെ ഇടപെട്ട് സോൾവ് ചെയ്തിട്ട് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇവനോട് പകയുണ്ടാവും. കാരണം 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അവരും ഒരുപക്ഷെ ഇവന് വിളിച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ്. അപ്പോൾ ഈ ഒരു ജാതി ഇത് മാത്രമല്ല പ്രശ്നം, അതും പ്രശ്നമാണ്. കാരണം അതിന്റെ പ്രശ്നം എത്രത്തോളമാണെന്ന് അവിടുത്തെ സ്റ്റുഡൻസ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് പറയുന്നത് കേട്ടാൽ നമുക്ക് വ്യക്തമാവും. ഒന്ന് രണ്ടാൾ പറയുന്നുണ്ട്, ഒന്നാമത് ആൾ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം.
എന്നെ ഒരു പ്രാവശ്യം ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ പുള്ളിക്ക് കേൾക്കാനില്ലായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ ക്ലാസ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ആൾക്ക് എന്നെ, ഞാനൊരു പെൺകുട്ടിയായ കാരണമായിരിക്കും എന്നെ അടിക്കാൻ പറ്റാത്തത്, ഒരു ചെറുക്കനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. എനിക്ക് ആ സമയത്ത് ചിരിച്ചു നിൽക്കേണ്ടി വന്നു പ്രതികരിക്കാതെ. ആ ചെറുക്കനും നിസ്സഹായനാണ്. സംഗീത മാം കാസ്റ്റിസം പറഞ്ഞിട്ടുണ്ടെന്നില്ല, സംഗീത മാം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. പുള്ളിക്കാരിക്ക് HOD പറയുന്നത് സാർ അങ്ങനെ പറയരുതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, നോക്കിയിരുന്ന് കാണും. ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, കോക്രോച്ച്, പിന്നെ തിൻ, ലീൻ, ഫാറ്റി, ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അതിന് ജസ്റ്റിഫിക്കേഷൻ ആയി പറയുന്നത് നിങ്ങൾ ഡോക്ടേഴ്സ് ആവുന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ടാണ് ഇത് തരുന്നത്. ഒരു ക്ലാസ്, ഒരു ബാച്ച് മൊത്തമാണ് പുള്ളിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ഈ ഒരു വർഷത്തിനുള്ളിൽ. നമ്മളുടെ അടുത്ത് വന്നിട്ട് റിലീജിയൻ ചോദിക്കാറുണ്ടായിരുന്നു, ആരൊക്കെ ക്രിസ്ത്യാനി, മുസ്ലിം, അത് ചോദിക്കലുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കളറിന്റെ പേരിൽ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആള് ക്ലാസ് അല്ല എടുക്കുന്നേ, ഇതാണ് ആദ്യത്തെ 5 മിനിറ്റ് പോലില്ല, 1 മിനിറ്റ് ക്ലാസ് എങ്ങാനും വല്ലതും പറഞ്ഞാലായി. കേട്ടില്ലേ? ഇത് തന്നെയാണ് പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുള്ളത്. അവർ ക്ലാസ് എടുക്കൽ കുറവാണ്. ഇയാൾ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ മതപരമായിട്ടുള്ള സംസാരങ്ങളുണ്ട്, അതായത് ഏതാണ് മതം എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ആ സ്റ്റുഡന്റ് കൂടി പറഞ്ഞ് നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്കിത് നോക്കാം. ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ബാച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപ്പറ്റി പറയുമ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി കോളേജ് ഡീനാണ്, നമ്മൾ അക്കാഡമിക് ഡീനാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം കംപ്ലൈന്റ് കൊടുത്തിട്ട് 1 year ആയി തോന്നുന്നു, 3rd yearലാണ്. അല്ല, അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ്സിന്റെ ബോഡി ഷേമിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തതിനെതിരെ അദ്ദേഹം ഭയങ്കര ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തത്, ഞാൻ അങ്ങനല്ലേ പറഞ്ഞെന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. 1 year മുന്നേ എനിക്ക് തോന്നുന്നു ജൂനിയർ ഫസ്റ്റ് ഇയർ ബാച്ചിലെ കുട്ടികൾക്ക് ബോഡി ഷേമിങ് കിട്ടിയപ്പം അവരുടെ പേരൻസ് കുഹാസ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് 2 മാസം സസ്പെൻഷൻ കിട്ടിയ ഒരു കാര്യമുണ്ട്. അല്ല, നമുക്ക് അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇപ്പൊ അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോ നമുക്ക് അതിനെ കുറിച്ച് ഇല്ല. പ്രിൻസിപ്പൾ ഇപ്പൊ വന്നതേ ഉള്ളൂ, അദ്ദേഹത്തിന് അതിനെപ്പറ്റി മേ ബി കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം 3 മാസം ആയതേ ഉള്ളൂ വരുമ്പം. നമ്മൾ ഇന്ന് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും കുറെ കുട്ടികളുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ ഫസ്റ്റ് ഇയർ തൊട്ട് ഇന്റേൺഷിപ്പ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് വാങ്ങിയിട്ട് നമ്മൾ പ്രിൻസിപ്പളിനടുത്ത് ഏതൊക്കെ സ്റ്റാഫിന്റെ കാര്യമുണ്ടോ അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിന് നടപടി എടുക്കുന്നിടം വരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ക്ലാസ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ 1ാം വർഷ വിദ്യാർത്ഥികളെ നിതിനപ്പുറത്തേക്കുള്ള കുട്ടികൾ സമാനമായി നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടാവുമല്ലോ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട് സ്റ്റാഫ്? ഉണ്ട്, കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റാഫ് റൂമിനകത്തും ക്ലാസ്സിലൊക്കെ നടക്കുന്നത്? എല്ലാ ക്ലാസ്സിലും അദ്ദേഹം ഇതുപോലെ തന്നെ എല്ലാരും ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. ഫിസിക്കലിയും ചെയ്യാറുണ്ട്. അതായത് തലയിലടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉരച്ചു നോക്കുക. ഇനിയിപ്പോ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. അല്ല, ബോയ്സിന് ചെയ്യുക. പിന്നെ ചെവിക്ക് പിടിക്കുക, പെടലിക്ക് അടിക്കുക. പിന്നെ ഒരു കംപ്ലൈന്റ് പോയ ശേഷം ഗേൾസ് ആണ് കംപ്ലൈന്റ് കൊടുത്തത്, ഫിസിക്കലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പൊ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷെ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടുപ്പിക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുക, ഷൂട്ടിൽ അടുപ്പിക്കുക, കയ്യില് തലയില് തന്നെ ഈ പറയുന്ന കുട്ടികളെ കൊണ്ട് മറ്റുള്ളവരെ കേട്ടിടത്തോളം ഇയാൾ ഒരു സൈക്കോ മറ്റാണ്. കാരണം കുട്ടികൾ ഇപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്നില്ല പല കുട്ടികളും. കാരണം ഇയാൾക്ക് ഒരുപക്ഷെ സസ്പെൻഷൻ ഒക്കെ കിട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിട്ട് ഇയാൾ തുടങ്ങും പിരിയും. കാരണം 1 വർഷം മുൻപൊക്കെ, അതായത് ഒരുപാട് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1 വർഷം മുൻപൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കംപ്ലൈന്റ് ഒക്കെ കൃത്യമായ രീതിയിൽ എടുത്ത് അതിന് അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ട് അതിനൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജീവൻ ചിലപ്പോൾ പോവില്ലായിരുന്നു. പക്ഷെ അത് എടുത്തില്ല. കാരണം ഇപ്പോഴും കുട്ടികൾക്കുള്ള ഭയം അതാണ്. ഇയാൾ ഒരു 3 മാസത്തെ സസ്പെൻഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും ഇപ്പോഴും സൈലന്റ് ആയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഇവിടുന്ന് പഠിച്ചു ഇറങ്ങിയ കുട്ടികൾ അവർ പോലും ഈ കാര്യങ്ങൾ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, ഇവിടുത്തെ ഈ ഒരു സ്റ്റാഫ് മാത്രമല്ല, ഈ ഒരാളല്ല, അവിടുത്തെ പല സ്റ്റാഫിന്റെ പേരിലും കുട്ടികൾ കംപ്ലൈന്റ് വരുന്നുണ്ട്. കാരണം പല സ്റ്റാഫുകളും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾ അത്ര എക്സ്ട്രീം ലെവലിൽ അല്ലെങ്കിലും ഒരു ലെവലിൽ
ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഇവരൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ആദ്യം ഇവരെ പഠിപ്പിക്കേണ്ടത് ടീച്ചർ ആരാണ്, അധ്യാപകൻ ആരാണ്, കുട്ടികൾ ആരാണെന്ന് ഇവരെ, അതായത് കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല, ഓക്കെ, പക്ഷേ വിദ്യാർത്ഥികൾ ആരാണ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം ഇവരെ പഠിപ്പിക്കണം. അതിനുശേഷമേ ഇവനെ പോലത്തെ ആളുകളെ പഠിപ്പിക്കാൻ ഇറക്കാവൂ. പിന്നെ ഇവനെ പോലത്തെ ആളുകൾക്ക് ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും.